എൻ്റെ വീട് ചെയ്ത സമയത്ത് അൽഹംദുലില്ലാ നമ്മുടെ പ്രിയ സാറ് ജോർജ് സാറാണ് സാധനം ചെയ്തത്. പവനാണ് എല്ലാം അൽഹംദുലില്ലാ എക്സിക്യൂട്ട് ചെയ്തത്. ഷെഫീഖാണ് സോളാറിൻ്റെ സമയത്ത് നമ്മൾ. പക്ഷെ എൻ്റെ വീട് ചെയ്ത സമയത്ത് ഒരു റൂഫിങ് വളരെ സ്ലോപ്പാണ്, ചരിഞ്ഞാണ്. ജോർജ് സാറ് പറഞ്ഞു ഒരിക്കലും കുട പിടിച്ചതുപോലെ നിങ്ങൾ ഇത് വെക്കണ്ട, കുറച്ച് എഫിഷ്യൻസി കുറഞ്ഞാലും ആ രൂപത്തിൽ വെച്ചാൽ മതി. പക്ഷെ അത് ഇപ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. കാരണം അങ്ങനെ വെച്ചിരുന്നെങ്കിൽ ഭയങ്കര ബോറായി പോകും. ഇപ്പോൾ ഏതാണ് ബെറ്റർ ഡയറക്ഷൻ എന്ന് ഷെഫീഖിന്റെ ഒരു ഇതിൽ പറയണേ? സോളാർ നമ്മൾ സൗത്തിലോട്ട് തന്നെ വെക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ സൊല്യൂഷൻ. സൗത്തിലോട്ട് നമ്മളൊരു 9 to 15 ഡിഗ്രി ആംഗിളിൽ പാനൽസ് വെക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലൈറ്റ് കിട്ടുന്നത്, വെളിച്ചം കിട്ടുന്നത്. ആക്ച്വലി ജോർജ് സാറിനോട് ഞാനാണ് പറഞ്ഞത് കൊട പിടിച്ച പോലെ ഇരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഡിസൈൻ വളരെ ഭയങ്കര എസ്തെറ്റിക്കലി ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തേക്കും രണ്ട് സൈഡിൽ നമ്മൾ ഓടിട്ട പോലെ നമ്മുടെ എന്തായിരുന്നു അവിടെ ഇട്ട ഷീറ്റ്, അത് ഡോക്ടൈൽ ഷീറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാക്കിലോട്ട് ഒരു സ്ലോപ്പ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഞങ്ങൾ അവിടെ സെൻട്രലായിട്ട് വെക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. സെൻട്രലായിട്ട് വെക്കുമ്പോൾ നമുക്കതൊരു ഡെഫിനറ്റ്ലി പൊങ്ങി നിൽക്കും. അപ്പൊ ഇത് മാത്രം ഒരു എടുത്ത് കാണും. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ ഒരു സൈഡിലേക്കുള്ള ഷീറ്റിൽ നമ്മൾ പാനൽസ് ഫിക്സ് ചെയ്യാണ് ചെയ്തത്. ഡിസൈൻ സമയത്ത് തന്നെ നിങ്ങൾ ഭാവിയിൽ സോളാർ വെക്കുന്നുണ്ടെങ്കിൽ സൗത്തിലേക്ക് വെക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഡിസൈനിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എക്സ്ട്രാ ചെയ്യുന്ന സമയത്ത് മേ ബി ഇത് കുട പിടിച്ച പോലെ എക്സ്ട്രാ ചെയ്യുമ്പോൾ അതുപോലെ ഇത് പറഞ്ഞപ്പോഴേ നമ്മുടെ ആൾക്കൊരു സംശയം, ഇനി എന്ത് കാരണം വെച്ചാലും അവർക്ക് ഡിസൈനിൽ ഒരു ചേഞ്ച് വരുത്താൻ സാധിക്കുന്നില്ല. സൗത്തും മാറ്റി വേറെ നോർത്തിലേക്കോ അല്ലെങ്കിൽ വെസ്റ്റിലേക്കോ വെക്കാനൊക്കെ പറ്റുള്ളൂ. നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. നമ്മൾ 45 ഡിഗ്രി ആംഗിളിലേക്ക് പോകാതിരുന്നാൽ മതി. അതായത് 45 ഡിഗ്രിയിലാണ് ഇപ്പൊ നോർത്തിലോട്ടോ ഈസ്റ്റിലോട്ടോ അല്ലെങ്കിൽ വെസ്റ്റിലോട്ടോ ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് എലിവേറ്റ് ചെയ്തിട്ട് ആ സ്ലോപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 45 ഡിഗ്രി നോർത്തിലോട്ടും ഇതിലേക്കൊക്കെ വളരെയധികം ഡ്രോപ്പ് ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ ആർക്കിടെക്ട്സ് ഇൻവോൾവ് ആകുന്ന പ്രോജക്ട്സ് ആകുമ്പോൾ ചിലപ്പോൾ അവരുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് എസ്തെറ്റിക് ബ്യൂട്ടി കളയാതിരിക്കുക എന്നുള്ളതായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഇവാദിക്കയുടെ വീട്ടിൽ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്തത്. ഈസ്റ്റിലേക്ക് പാനൽ അപ്പൊ അന്ന് നമ്മൾ ആ സ്ലോപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക ചെയ്തത്. കാരണം പുറത്തോട്ട് പാനൽസ് കാണണ്ട, ഒട്ടും കാണണ്ട എന്നുള്ളതായിരുന്നു നമുക്ക് സജഷൻ. ഒരു സോളാർ പാനൽ എന്ന് പറഞ്ഞാൽ 2.3 മീറ്റേഴ്സ് ഇൻറ്റു 1.2 മീറ്റർ ആണ്. ഇതാണ് സോളാർ പാനൽ എങ്കിൽ ഇത് കണ്ടത് ഏകദേശം 1.2 മീറ്റേഴ്സ് ആണ് ഇങ്ങനെ ലെങ്ത് വരുന്നത്, വിഡ്ത്ത് വരുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 1.2 ആണ്. അപ്പൊ അത് മാത്രമല്ല പാനൽസിന്റെ ഇടയിൽ നമുക്ക് മിഡ് ക്ലാമ്പുകൾ വരുന്നുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് ഇതിനകത്തുണ്ട്, ഒരു 5 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ ഗ്യാപ്പ് ഒക്കെ ഇതിനകത്ത് പാനൽ ടു പാനൽ വരെയും ചെയ്യും. ഇതൊന്ന് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കാം. കാരണം ഇത് നമ്മൾ പാനൽ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആർക്കിടെക്റ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് തന്നെ നല്ലൊരു സൊല്യൂഷൻ പുറത്തോട്ട് കാണാത്ത രീതിയിൽ അവരുടെ റോഡിന് മുകളിലോ അല്ലെങ്കിൽ അവിടെ എന്താണോ എലിവേഷൻ ചെയ്യുന്നത് അതിന് മുകളിലായിട്ട് ഇതെങ്ങനെ പ്ലേസ് ചെയ്യാന്നുള്ള നല്ല സൊല്യൂഷൻ അവർക്ക് തരാൻ സാധിക്കും.